ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന് ആദ്യം വേണ്ടത് 2 ടീസ്പൂൺ കടലപ്പൊടിയാണ് കേട്ടോ. കടലമാവ് എന്നൊക്കെ പറയുമല്ലോ, അതാണ് കേട്ടോ വേണ്ടത്. ചെറിയ ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. അപ്പോൾ ഒരു 40-45 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഓരോ മുഖം വെളുക്കാനുള്ള ക്രീമുകളോ അങ്ങനെ എന്തെങ്കിലും ക്രീമുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങി മേടിച്ചത് പേട്ടകൾ നല്ലത്. ഇതുപോലെ നമ്മുടെ നാടൻ ടിപ്സുകളൊക്കെ എന്തെങ്കിലും പരീക്ഷിക്കുകയാണ് കേട്ടോ നല്ലത്. പിന്നെ കറ്റാർ വാഴ ഞാൻ എടുക്കണേ 2 കറ്റാർ വാഴയുടെ തണ്ട് ചെറുതാണ് കിട്ടിയാട്ടോ. പകുതിയൊക്കെ കേടായിപ്പോയി, മഴയത്ത് ചട്ടിയിൽ നിന്നിട്ട് ചീഞ്ഞു പോയി കട. അപ്പോൾ കിട്ടി 2 കട മുറിച്ച് കളഞ്ഞിട്ട് പകുതിശേ കിട്ടിയുള്ളൂ. എനിക്ക് ആവശ്യമുള്ള ജെല്ല് അതിൽ നിന്ന് കിട്ടിയിട്ടോ. അതിൻ്റെ കറ്റാർവാഴയുടെ നടു ഇങ്ങനെ കത്തി കൊണ്ട് കീറി മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജെല്ല് നമുക്ക് ഇങ്ങനെ ടീസ്പൂൺ കൊണ്ട് കോരി എടുക്കാൻ കിട്ടും. എനിക്കിപ്പോൾ 2 ദിവസത്തെ ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടോ ഇതിൽ നിന്ന് ജെല്ല്. നമുക്ക് ഇത് ഒരാഴ്ച ഇടുമ്പോഴേക്കും മുഖത്ത് ഇടുമ്പോഴേക്കും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 90% നല്ല മാറ്റം കാണാം നമ്മുടെ മുഖത്ത്. കറുത്ത പാടുകൾ, ഈ മൂക്കിൻ്റെ ഇരുഭാഗത്തും കറുത്ത കുത്തുകൾ, ഇങ്ങനെ ഡാർക്ക് കുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഈ എന്താ പറയുക, ഓരോ കരിമ്പൻ പോലെ ഓരോ കുത്ത്. അത് നമ്മൾ കൈ കൊണ്ട് എത്ര ഉരച്ചാലൊന്നും പോവില്ല, തേച്ച് കഴുകിയാലും പോവില്ല. അതിന് ഇതുപോലെ എന്തെങ്കിലും നമ്മൾ കടലപ്പൊടിയോ അല്ലെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് മുഖത്ത് ഇട്ട് കൊടുക്കണം, ഫേഷ്യൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ കറുത്ത പാടുകൾ, കണ്ണിന് ചുറ്റും കറുത്ത പാടുകളൊക്കെ ഉള്ളവർ ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കഴുത്തിൽ ചില ആൾക്കാർക്ക് കറുത്ത പാടുണ്ടാവും നന്നായിട്ട്, കഴുത്തിലൊക്കെ ഇടാം, എല്ലാം നല്ലതാണ്. ഇത് നന്നായി ആ ജെല്ലും ഈ കടലപ്പൊടിയും കൂടി നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. വെയിലത്ത് ഇറങ്ങി നടക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവും കണ്ണിൻ്റെ ചുറ്റും കറുപ്പോ, മൂക്കിൻ്റെ 2 ഭാഗത്തും കറുത്ത കുത്തു പോലത്തെ കാര, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ണിൻ്റെ ചുറ്റും കൂടുതൽ കറുപ്പുണ്ടാവുക ചില ആൾക്കാർക്ക് ഉറക്കം കുറവായ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ കറ്റാർവാഴയുടെ ജെല്ലും ഈ കടലപ്പൊടിയും. പിന്നെ അത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തൈരാണ് കേട്ടോ അതിൽ ഒഴിച്ച് കൊടുക്കണേ. ഒരു ചെറിയ ടീസ്പൂൺ തൈര് കേട്ടോ. അതും നന്നായി മിക്സ് ചെയ്യുക കേട്ടോ, എല്ലാം കൂടിയിട്ട്. ഒരാഴ്ച ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനിത് മുഖത്തിട്ട് കാണിക്കാം കേട്ടോ. ഒരാഴ്ചയിലേക്കുള്ളത് വേണമെങ്കിൽ ഉണ്ടാക്കി, നിങ്ങൾക്ക് ദിവസം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരാഴ്ചയിലേക്കുള്ളത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ കുഴപ്പമില്ല കേട്ടോ. മുഖം നന്നായി കഴുകി വന്നേക്കണ്ടാണ് കേട്ടോ. ഇനി അത് ഇടാം മുഖത്ത്. എനിക്ക് കണ്ണിൻ്റെ ചുറ്റും കുറേശ്ശെ കറുപ്പുള്ളൂ കേട്ടോ. പിന്നെ ചുണ്ടിൻ്റെ താഴെ 2 ഭാഗത്താണ് കുറേശ്ശെ കറുപ്പുള്ളത്. കഴുത്തിൽ കറുപ്പൊന്നുമില്ല. കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. കണ്ണിൻ്റെ ചുറ്റും, കണ്ണിലേക്ക് ആവാണ്ട് കണ്ണിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാം. ഈ കറ്റാർ വാഴയിൽ വിറ്റാമിൻ എയും സിയും ഒക്കെ ഉള്ള കാരണം നമ്മുടെ മുഖത്തെ ത്വക്കിന് നല്ല മിനുസം കിട്ടാനും നല്ല നിറം കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. ഒരാഴ്ച സ്ഥിരമായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒരു 3/4 ഭാഗത്തോളം നന്നായി വെളുത്തിരിക്കണ കാണാം. നല്ല മാറ്റം ഉണ്ടാവും. ഒരാഴ്ച സ്ഥിരമായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം എങ്ങാനും പിന്നെ ആക്കിയാൽ മതി.
ഇപ്പോൾ മുഖത്ത് എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കണം കേട്ടോ. ഞാൻ അരമണിക്കൂർ ഇരുന്നില്ലേ, ഒരു 20 മിനിറ്റേ ഇരുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് തുടച്ച് കളയാൻ പോകട്ടെ. ഞാൻ കോട്ടൻ്റെ പഞ്ഞിയാണ് കേട്ടോ എടുത്തേക്കണത്. നമ്മുടെ മുഖം എപ്പോഴായാലും കഴുകി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇങ്ങനെ ക്രീമൊക്കെ പുരട്ടി എന്തെങ്കിലും ചെയ്ത് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ നല്ല മൃദുവായിട്ടുള്ള തുണികൾ കൊണ്ട് അല്ലെങ്കിൽ കോട്ടൻ്റെ പഞ്ഞി കൊണ്ട് തുടയ്ക്കണം കേട്ടോ. ഹാർഡായ ഒരു തുണിയും നമ്മുടെ മുഖത്തിട്ട് തുടയ്ക്കാൻ പാടില്ല, വെള്ളം തുടച്ച് കളയാൻ പാടില്ല. നമ്മുടെ മുഖത്തെ ത്വക്കുണ്ടല്ലോ, നല്ല കട്ടി കുറഞ്ഞ ത്വക്കാണ്. അപ്പോൾ അതുമ്മ പോറൽ വീഴാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ കട്ടിയുള്ള തുണികളെ കൊണ്ടൊക്കെ മുഖം തുടയ്ക്കുമ്പോൾ. അപ്പോൾ നല്ല കോട്ടൻ്റെ കനം കുറഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുക, അല്ലെങ്കിൽ പഞ്ഞി കൊണ്ട് തുടയ്ക്കുക കേട്ടോ മുഖം എപ്പോഴും. ഞാനിപ്പോൾ വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. എൻ്റെ മുഖത്ത് അധികം കറുത്ത പാടോ കുത്തുകളോ ഒന്നും ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതൊക്കെ ചെയ്യാറുള്ളൂ, സ്ഥിരം ചെയ്യലൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മുഖത്ത് കറുപ്പ് അല്ലെങ്കിൽ കഴുത്തിൽ കറുപ്പ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. സൂപ്പർ ടിപ്സാണ് കേട്ടോ അത്. ഈ മൂന്നും കൂടിയിട്ട് ഇങ്ങനെ കടലപ്പൊടിയും തൈരും കാറ്റാർവാഴയുടെ ജെല്ലും അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ മുഖത്തെ കറുപ്പൊക്കെ പോയിന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. 90% അല്ല 99% നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു ടിപ്സുമായിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.